ഇല്ല മമ്മി. അതെ, ആമി അമ്പലത്തിൽ പോയിട്ടേ തിരിച്ചു വന്നിട്ടില്ല. ബർത്ത്ഡേ ആയതുകൊണ്ടേ ആ പാവം 3-4 ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരത്തുള്ളൂ. അല്ല മമ്മി, അതെ. എന്താ മോനെ? അല്ല മമ്മി, അതെ, ഈ പാലട ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചേർക്കണം? നീ പായസം ഉണ്ടാക്കാൻ പോവാ? അല്ല മമ്മി, അതെ, എനിക്ക് ചെറിയൊരു ടാസ്ക് തന്നിരിക്കുക. ടാസ്കോ? ആര്? മമ്മിയുടെ മരുമോള്. നല്ല ടാസ്ക് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. കിച്ചണിൽ വന്ന് സ്ലാബേ കയറിയിരുന്ന് കുറ്റം പറയുന്ന നിനക്ക് ഈ പണി തന്നെ കിട്ടണം. മമ്മി പ്ലീസ്, മമ്മി ഒന്ന് പറ മമ്മി. ഈ പാലടയിലെ ആദ്യം ചേർക്കേണ്ടത് പാലാണോ അതോ അടയാണോ? മോനെ, പാലടയ്ക്ക് ആദ്യം അട വേവിക്കണം. പിന്നെ പാല്, കാഷ്യൂനട്ട്, നെയ്യ്, പഞ്ചസാര എല്ലാം ചേർക്കണം. അതൊക്കെ നിന്റെ ആമി വരുമ്പോ ചോദിച്ചങ്ങ് മനസ്സിലാക്കിയാ മതി. പൊന്നുമോൻ കേട്ടോ? മമ്മി, അതെ, ആമി വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് തീർക്കാനുള്ളതാ. ഒരു സർപ്രൈസാ കൊടുക്കുന്ന അതാ. ഹലോ മമ്മി, പപ്പയല്ലേ അവിടെ? സുഖമായിരിക്കുന്നു പപ്പയ്ക്ക്? മമ്മിയെ ബുദ്ധിമുട്ടിക്കല്ലേ? ഇങ്ങോട്ടെടുക്ക്, ഞാൻ പറഞ്ഞോളാം. ഹലോ മമ്മി. ആ മോളെ, മോന് ഞാനൊരു പണിഷ്മെന്റ് കൊടുത്തിരിക്കുക. അങ്ങനെ വേണം. നമ്മളെ ബിസിനസ്സുകാര് ഈ 4-5 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ മമ്മി. മമ്മിയുടെ മോൻ കിച്ചണിലും ഹോട്ടലിലൊക്കെ ചെന്ന് ഓർഡർ ചെയ്യുന്നതല്ലേ. അതെങ്ങനെയാ രുചിയോട് കിട്ടുന്നതെന്ന് പഠിക്കണ്ടേ? പിന്നെ അത് വേണം. അതെങ്ങനെയാ രുചിയോട് ടേബിളിലോട്ട് കിട്ടുന്നതെന്നൊന്ന് മനസ്സിലാക്കട്ടെ. നന്നായി മോളെ. പിന്നെ മോളെ, ആമി വരുമ്പോ ഒന്ന് പറയണേ. ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ? പറയാം മമ്മി. പറയാം മമ്മി. ശരി. അവള് മിടിക്കുക അങ്ങനെ തന്നെ വേണം. അവനെ ഇവിടെ വന്ന് സ്ലാബിൽ ഇരിക്കുകയല്ലേ ചെയ്യുന്നേ, ഒന്നും അറിയത്തില്ല. അവളെല്ലാം പഠിപ്പിക്കും. അങ്ങനെ തന്നെ വേണം. എന്താ ഇത്? ഇതുവരെ തുടങ്ങിയില്ലേ? എടോ തുടങ്ങി, ഇതാ തിളക്കുന്ന കണ്ടില്ലേ? എടോ ഇതൊക്കെ കോമൺ സെൻസ് ഉള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാ. എടോ ഇതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അതൊക്കെ ഓക്കെ, പക്ഷെ ആ റെസിപ്പിയിലെ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട്. എന്താ? കൂടുതൽ കുടിച്ചാലും മടുക്കാത്തൊരു കൂട്ട്. അത് ഈ ശർക്കര കൂട്ടിയാ പോരെ, അതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള. ഈ കൊച്ചു പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ. ശർക്കര ചേർത്താ മതിയെന്ന്. സ്നേഹം, പ്രണയം, അത് പാകത്തിന് ചേർക്കണം. അത് കയ്യിലുണ്ടോ? ഉണ്ടോന്നോ? ഇഷ്ടം പോലെ. അത് മാത്രമല്ല എന്റെ കയ്യിലുള്ളൂ. അത് ഞാൻ അങ്ങ് വാരി കോരി അങ്ങ് ഇടും. അധികമായാലേ അമൃതും വിഷമാണ്. ഓ, ഇപ്പൊ പാലട ഉണ്ടാക്ക്. സമ്മതിക്കില്ല വാരിക്കോരി ഇടാൻ അല്ലേ? ആദ്യം ഇത് ചെയ്യും. ആമി ഇപ്പൊ വരും. റെഡി 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 പെട്ടെന്ന് പെട്ടെന്ന്. റെഡി റെഡി. സിദ്ധുവേട്ട വന്നിട്ടുണ്ടല്ലോ അമ്മി. അപ്പൂനെ ഓഫീസിൽ കൊണ്ടുവന്നായിരിക്കും. ചേച്ചി ഇന്ന് ലീവാ, ഓഫീസിൽ പോകുന്നില്ല എന്ന് പറയുന്ന കേട്ടല്ലോ. ലീവോ? അതെന്തിനാ? എനിക്കറിയാൻ പാടില്ല. ചേച്ചി ചേച്ചി ദേ ആമി വരുന്നുണ്ടേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ വരുന്നു. ആമി ആമി അവിടെ അല്ല ഇവിടെയാ. അവിടെ അവിടെന്താ? അവിടെ പാചകം. പാചകോ? എന്ത് പാചകം? അതൊക്കെ ഉണ്ട്. വാ നോക്കണേ. ആമി, സിദ്ധുവേട്ടനെ ആമിക്ക് സ്പെഷ്യൽ അടപ്പായസം ഉണ്ടാക്കുക. എന്തിനാ? ആമിയുടെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങൾ അതങ്ങ് ആഘോഷമാക്കാന്ന് വെച്ചു. വേണ്ട മോനെ, മോ മറ്റൊന്നും വിചാരിക്കരുത്. ബാലുന്റെ അച്ഛൻ പോയ ദിവസം താലി അഴിച്ചു വെച്ച ശേഷം ഞാൻ തീരുമാനിച്ചതാ, ഇനി ഈ ആമിയുടെ ജീവിതത്തില് ഒരാഘോഷവും ഇല്ലെന്ന്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആമിയുടെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദേ ആമി, ഈ വീട്ടില് വലിയൊരു ചടങ്ങ് വരാൻ പോവല്ലേ. നാളെ ഇനി കച്ചവടം അങ്ങ് പൂട്ടിയാലും അടുക്കള പൂട്ടത്തില്ലല്ലോ. അല്ല, അയ്യോ, അതിപ്പോഴല്ല, ഊണ് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട്. അത് പറ്റില്ല.
ഇപ്പൊ തന്നെ ഹലോ, ടേസ്റ്റ് ചെയ്യണം. അതിപ്പോ കഴിച്ചാൽ ആ കഴിക്കണം. കേക്കിന്റെ ഇല്ല, ടേസ്റ്റ് ഇല്ല. അങ്ങ് പോകും. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ അത് കഴിക്കണം. നല്ലൊരു പിറന്നാളായിട്ട് നീ എന്തിനാ മോനെ എന്നോട് ഈ ചതി ചെയ്തത്? അല്ല ആക്ച്വലി ഇത് നാടൻ പാലല്ലായിരുന്നു. ആമി ഇതെന്താ ചെയ്യണ്ടേന്നറിയോ? ആക്ച്വലി നമ്മൾ ഇതിൽ കുറച്ചും കൂടെ പാലൊഴിച്ച് കുറുക്കി എടുത്തിട്ട് ഒന്നുകൂടെ പാലൊഴിച്ച് കഴിഞ്ഞാൽ ശരിയാവാവുന്ന കുഴപ്പമുള്ളൂ ഇതിന്. അല്ല ഇതൊന്ന് കുറുക്കിയെടുത്ത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി എടുത്ത ആമിയുടെ അരിയുണ്ട പോലെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് എടുക്കാത് അല്ലേ? ആമി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഈ ഡിസൈൻസിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന പോലെ ഈ പാചകത്തിലൊന്നും നടത്തി നോക്കിയതാ. ആമി ഇത് എന്റെ റെസിപ്പി അല്ല കേട്ടോ, ഇവളുടെ ഡയറക്ഷൻ മൊത്തം എന്റെ ഗുരു ആണ്. അല്ല നീ തന്നെയാ. എന്താ പിന്നെ നീ നമുക്ക് കേക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇനി കേക്ക് കട്ടിയാം. അതും ഇനി മോനെ ഇതുപോലെ വല്ല പരീക്ഷയാണോ? അല്ല ഇത് ഞാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മരുമോൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കല്ലേ, അതിനും വല്ല പരീക്ഷണമുണ്ടോന്ന് മോളെ ആർക്കറിയാം. എന്തായാലും എല്ലാരും കൂടെ ചേർന്ന് മറക്കാനാവാത്തൊരു പിറന്നാൾ ദിവസാ എനിക്ക് തന്നത്. എന്തായാലും നല്ല ആഘോഷാക്കിയല്ലോ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സിദ്ധുവേട്ടനാ. അത് കറക്റ്റാ. ഫുൾ ക്രെഡിറ്റും സിദ്ധുവേട്ടനാ. സ്പെഷ്യൽ പായസം എല്ലാം ഉണ്ടാക്കിയത്. ആമിയുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ. ചുമ്മാതിരിക്ക്, വെറുതെ ഇട്ടോണ്ട് അതൊക്കെ അങ്ങ് ഓക്കെ ആവും അല്ലേ മോനെ? പിന്നെ ശരിയാക്കിയല്ലേ പറ്റൂ, മോളല്ലേ ഗുരു. പാഠം പഠിച്ചല്ലേ പറ്റൂ. എന്തായാലും കേക്കും സദ്യയൊക്കെ ഒരുക്കി നിങ്ങൾ എല്ലാം കേമാക്കിയപ്പോ ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണ്ടേ? ഞാനേ എന്റെ എല്ലാമായ അപ്പുമോക്ക് ഒരു സമ്മാനം തരാൻ പോവാ. നേരത്തെ തീരുമാനിച്ച കാര്യമാ, അത് ഞാനങ്ങ് നടത്താൻ പോവാ. അത്രേ ഉള്ളൂ. എന്തോ ആമി? നിനക്ക് ഞാൻ തരാൻ ഉദ്ദേശിച്ച സ്വത്തിന്റെ കാര്യ. മോളുടെ അച്ഛന്റെ അമ്മയുടെ സമ്പാദ്യമുണ്ട്. അതെല്ലാം അവരുടെ ഒരേ ഒരു മകളായ നിനക്ക് അവകാശപ്പെട്ടതാ. പിന്നെ എന്റെ ഓഹരി, പിന്നെ ബാലുവിന് ഞാൻ കൊടുക്കാനായി മാറ്റിവെച്ച സ്വത്ത്, അതെല്ലാം ഇനി മോക്കുള്ളതാ. നാളെ രജിസ്റ്റർ ഓഫീസിൽ പോണം. നിന്റെ പേരിൽ എല്ലാം രജിസ്റ്റർ ചെയ്യണം. അതാണ് ഈ പിറന്നാള് പ്രമാണിച്ച് ഞാനെടുത്ത തീരുമാനം. ആമി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ആമിയുടെ സന്തോഷാണ് ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ആമിയുടെ മനസ്സാ, സ്നേഹം. അതിനപ്പുറത്തേക്ക് എനിക്കൊരു സ്വത്തും വേണ്ട. എനിക്കേ നല്ല ബോധ്യമുണ്ട്. ബാലു എന്ന ബാലശങ്കറും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വഴിയെ പോയ ബന്ധമല്ലത്. എന്റെ സ്വന്തം ജ്യേഷ്ഠൻ രവിശങ്കറിന്റെ മകനാണ് ബാലു, അല്ലാതെ ആമീരെ മാത്രം മോനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷെ ആ നല്ല മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മകൻ കാണിക്കേണ്ട ചെയ്തികളല്ല അവൻ കാണിച്ചത്. ആണെന്ന് മധുവിന് പറയാൻ പറ്റുമോ? അവനെ അധിക പ്രസംഗം കാണിച്ചിട്ടുണ്ടെങ്കിലേ അതിന് ആമിക്കും ഉത്തരവാദിത്തമുണ്ട്. രവിയേട്ടൻ മരിച്ചേ പിന്നെ ബാലുവിനെ വളർത്തിയത് ആരാണ്? ആമി. വളർത്തു ദോഷം എന്ന ഒരു സംഗതി ഉണ്ട്. ആമി വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ മനസ്സ് വെച്ചതേ സ്വന്തം മോനെയല്ല, അവളെയാ. സ്വന്തം മോനേക്കാൾ മാനസപുത്രിക്ക് മുൻഗണന കൊടുത്തു. എന്നിട്ടിപ്പോ അവൻ അനുഭവിക്കാൻ പോണ്ട സ്വത്ത് അവക്ക് കൊടുക്കാൻ പോകുന്നു. ധിക്കാരമല്ലേ നിങ്ങൾ കാണിച്ചത്? സൊനാലി ബംഗ്ലാവിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് പോലും. അതിനെല്ലാം കൂടെയുള്ള പരിഹാരമാണത്ര ഈ സർവൈശ്വര്യ പൂജ. സൊനാലി ഫാമിലിയെ ബാധിക്കുന്ന ദോഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് 21 അത് വരും. അവർണാന്ന ആ ദോഷബാധയുടെ പേര്. ഒരു പൂജ കൊണ്ട് വെച്ചിരിക്കുക, മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ വേണ്ടി.
എങ്ങനെങ്കിലും നാളത്തേടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ ഞാൻ ഈ പൂജ പരിപാടിയെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാ. നാളത്തേടെ ഒന്ന് കഴിഞ്ഞാ മതിയെന്ന് ഭാവന പറഞ്ഞില്ലേ? മറ്റന്നാള് നേരം പുലരുന്നത് ഒരു നല്ല വാർത്തയുമായിട്ടായിരിക്കും. സൊണാലിയില് ഇത്രയും വലിയ സർവൈശ്വര്യ പൂജ നടക്കുമ്പോ അപർണ വരാതിരിക്കോ? അപർണ ആമയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ആമിയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ, അപർണ വരുമല്ലോ. ഉറപ്പായിട്ടും വരും. സിദ്ധുന്റെ കൂടെ ചുറ്റിക്കളി നടത്താൻ നല്ലൊരു ചാൻസ് കിട്ടുന്നതല്ലേ, അവളത് മിസ് ചെയ്യില്ല. അവള് വന്നില്ലെങ്കിൽ അവൻ പോയി എഴുന്നള്ളിച്ചോണ്ട് വരും. അപർണ വരണം, പക്ഷേ തിരിച്ചു പോകരുത്. തിരിച്ചു പോകരുതെന്ന് പൂജ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്നത് അപർണയുടെ ബോഡി ആയിരിക്കണം. ആമിക്ക് എന്തോ സുഖില്ലെന്ന് പറഞ്ഞു കേട്ടല്ലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? ഇപ്പൊ കുഴപ്പമില്ല. നീ എറണാകുളത്ത് പോയിട്ട് തറവാട്ടി പോയിരുന്നോ? പോവാൻ പറ്റിയില്ല ആമി, മീറ്റിംഗ് ആയിരുന്നു. ഇൻഫോ പാർക്കില്ലേ, ഞങ്ങളുടെ US കമ്പനി, ഇവിടെ ഉള്ള ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. കൊച്ചിയിലായിരുന്നു. വാ. കൊച്ചിയിലോ? മിനിങ്ങാന്ന് ചേട്ടന്റെ വണ്ടി ആർട്ട് ഗാലറിയിലെ കോഫി ഷോപ്പിന്റെ മുമ്പിൽ കിടക്കണ കണ്ടുന്ന് എന്റെ ഫ്രണ്ട് അലീഷ പറഞ്ഞല്ലോ. ഹേയ്, അത് ഞാനൊന്നുമല്ല. എടി, ഞാനങ്ങ് കൊച്ചിയിലല്ലേ. കൊച്ചിയിലാണെങ്കിലേ ഇവിടെ കണ്ടത് ചിലപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കൂടെ ചില സുന്ദരിമാരും ഉണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ അറിഞ്ഞ, അല്ലേടി? എന്നോട് അങ്ങനെയാ പറഞ്ഞേ. അയ്യോ എടി, ചുമ്മാ കള്ളം പറയല്ലേ. ഞാനവിടെ കൊച്ചി കൊളാബറേഷന് പോയിരിക്കില്ലായിരുന്നോ? അല്ലേ അമ്മി? നീ വല്ലതും കഴിച്ചോ? ഞാൻ ലഞ്ച് കഴിച്ചതാ അമ്മി. എന്നാ ഞാൻ ചായ വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ചായക്ക് ഞാൻ ഇട്ടോളാം. ആമ്പി പോയി റെസ്റ്റ് എടുക്കും. എടി, അതെ, ചായ ഒന്നും വേണ്ട. ആമിയേ, കല്യാണത്തിന് അധികം ദിവസമില്ലല്ലോ. ഡേ, നമ്മുടെ കൊച്ചച്ഛനും സുരേന്ദ്രൻ മാമനൊക്കെ വരുന്ന ഞായറാഴ്ച ഇങ്ങെത്തും. നമ്മളന്ന് ബുക്ക് ചെയ്ത ഹാള് പോയായിരുന്നോ ആമി? അത് പോയി. സിദ്ധുമോൻ വേറൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്, നാളെ അറിയാം. ആണോ? എന്തായാലും നീയും വന്നല്ലോ. ഇനി ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, ബാക്കിയൊക്കെ ഞാൻ നോക്കത്തില്ലേ. മോളെ, നീ നാളെ സൊനാലിയിലേക്കേ ഇവന്റെ കാറിൽ പോയാ മതി. നീ സ്കൂട്ടർ എടുക്കണ്ട. സൊനാലിയിൽ നാളെ എന്താടി വിശേഷം? അവിടെ സർവൈശ്വര്യ പൂജ നടത്താൻ പോവാ. സർവൈശ്വര്യ പൂജയോ? പൂജയുടെ അടുത്തെത്താൻ വീണ്ടും ഒരു ചാൻസ്. ശരത്തിന് നാളെ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ? നാളെ എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. എന്നാ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. അയ്യോ കുഴപ്പമില്ലടി, ഞാൻ കൊണ്ടുപോവാം. എടി, സർവൈശ്വര്യ പൂജയല്ലേ എടി, നമുക്ക് പൂജയ്ക്ക് പോകണ്ടേ, അറ്റൻഡ് ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ പൂജ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാർത്ഥന പോലെയാ. എടി, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അല്ലേലും ഇവനൊരു ഭക്തനാ. കൃഷ്ണേട്ടന്റെ അതേ സ്വഭാവമാ. ഇവനെ ഒരാളോടും പറയാതെ ശയനപ്രദക്ഷിണം നടത്താൻ പോയതേ. അതാണെങ്കിൽ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഒന്നും ചെയ്യാത്തതാ. അല്ല, അത് പിന്നെ ആമി, ഞാനതൊക്കെ അമേരിക്കയിൽ വെച്ച് തുടങ്ങിയ ശീലമാ. ഈ അമ്പലത്തിൽ പോവാ, ശയനപ്രദക്ഷിണം നടത്തുക, ഞാൻ അവിടെ വെച്ചും പോവായിരുന്നു. എന്താ ചോദിച്ചേ? ദുശകനുമാണല്ലോ. കുടുംബത്തിലൊരു അനർത്ഥം കടന്നു കൂടിയിട്ടുള്ളതായി കാണുന്നു. അനർത്ഥം വെച്ചാ? സമീപകാലത്തായി വന്നു കൂടിയതാണ്. വെളിയിൽ തെക്ക് കിഴക്കേ മൂലയിൽ എന്താണ് കാണുന്നത്?
അത് ഞങ്ങളുടെ ഔട്ട് ഹൗസാ. ആള് താമസമുണ്ടോ? ഇല്ല, അവിടെ ആരുമില്ല. അവിടെ അങ്ങനെ താമസിക്കുന്നൊന്നുമില്ല. ആ, ചേച്ചി, ഇതൊക്കെ കുഴപ്പോ. നമ്മൾ പിടിക്കപ്പെടും, കേസാകും, നമ്മൾ അകത്തും ആകും, അത് ഉറപ്പാ. എടി, നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും ആ മുറി ചവിട്ടി പൊളിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി, നമ്മൾ എന്താ ചെയ്യാ? എടി, നീ അവിടെ നിന്ന് വിളിച്ചേ, റിയയുടെ നമ്പറിലേക്ക്. റിയ, നീ ഓക്കെ അല്ലേ? ഞാനോക്കെയാ. അവര് ഡോറ് പൊളിച്ച് അകത്ത് വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഡോറ് പൊളിച്ചു വരട്ടെ, അപ്പ കാണാം. റിയ കുടുങ്ങത്തില്ല, പക്ഷെ നിങ്ങൾ കുടുങ്ങും. എന്നെ ഇവിടെ താമസിപ്പിച്ചതിന്. അതെ, നീ ഇരിക്കുന്ന റൂമിന് ചുറ്റുമുള്ള മണ്ണ് വാരിക്കൊണ്ടാ പൂജാരി പോയിരിക്കുന്നത്, ഹോമം ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ ആളും അനക്കവും നാളെയും ഇവിടെ ഉണ്ടാവണം. സർവൈശ്വര്യ പൂജയ്ക്കിടയിൽ അപകടം സംഭവിച്ച സൊണാലി ബംഗ്ലാവിലേക്ക് അനുശോചനവുമായി നാട്ടുകാരും പോലീസുകാരും ഒഴുകിങ്ങെത്തണം. മോളെ, ഇതൊന്നും എടുത്തകത്ത് വെച്ചേക്ക്. മമ്മി, തുടങ്ങാറായിട്ടേ ഉള്ളൂ. അതെ, രണ്ടുപേരും കൂടെ ഇവിടെ ഒന്ന് നിൽക്കുകയാണോ? പൂജ തുടങ്ങാറായി, അങ്ങോട്ട് വാ. വരുവാ. മമ്മി, ശരി മമ്മി, പിന്നെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് പോവാ. ഓക്കെ റിയ. ഓക്കെ. ചേച്ചി, ഇങ്ങനെ നിന്നാ മതിയോ? പാമ്പ് വർക്ക് ചെയ്യണ്ടേ? നീ വന്നാ. കുടുംബക്ഷേത്രം ഇരവിപുരത്ത് നിന്നല്ലേ പറഞ്ഞത്? എന്റെ കുടുംബക്ഷേത്രം ഇരവിപുരത്ത്. കുമാരനെല്ലൂരാ ഇവിടെ പപ്പയുടെ കുടുംബക്ഷേത്രം. എന്റെതങ്ങ് പട്ടാഴിയില്ല. പരദൈവങ്ങളെ മനസ്സാ സ്മരിക്കുക പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യ. ദേശത്തെ ദേവതയെ മറക്കാൻ പാടില്ല. ഇനി ഞാൻ പറഞ്ഞ ദോഷപരിഹാര ക്രിയയാണ്. ഈ തടിക്കഷ്ണത്തിലേക്ക് ദോഷശക്തികളെ ആവാഹിച്ചിട്ടുണ്ട്. ആ ജപിച്ച നെയ്യെടുത്ത് ഭദ്രകാളിയെ മനസ്സിൽ ധ്യാനിച്ച് ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കണം. ആദ്യം കുടുംബനാഥ മുൻപിലിരിക്കുന്ന തട്ടത്തിലെ നെയ്യ് ഈ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുക. തുടങ്ങുക. തിരുമേനി, എന്തായി ദുശകുനുണ്ടായ? പൂജാകർമ്മങ്ങൾക്കിടയിൽ തീപ്പൊള്ളലേക്കാന്ന് വെച്ചാൽ വലിയ ദുശകുനമാണ്. വർഷങ്ങളായി പൂജയും ഹോമമൊക്കെ നടത്തുന്നവരാ ഞങ്ങൾ. മഹായാഗമായ അതിരാത്രത്തിൽ വരെ തിരുമേനി പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ പോലൊരു സംഭവം എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ആ കുട്ടിക്ക് ദൈവാധീനമുണ്ട്, പിന്നെ ആയുസിന്റെ ബലവും. അതുകൊണ്ട് മാത്രമാ രക്ഷപ്പെട്ടത്. തിരുമേനി, അങ്ങനെ സംഭവിക്കാൻ കാരണം എന്തായിരിക്കും? അതുതന്നെയാണ് ഞങ്ങളുടെയും ചോദ്യം. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണയും നെയ്യും കർപ്പൂരവും ഒക്കെ തന്നെ തീ പിടിക്കുന്നതാണ് എന്ന് കരുതി അഗ്നിബാധ ഉണ്ടാവില്ല. ശുദ്ധമായ എണ്ണയും നെയ്യുമാ ഇന്നിവിടെ ഉപയോഗിച്ചത്. പക്ഷെ അപകടമുണ്ടായി.
അതും തീ കൊണ്ട്. തുറന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. തീ പിടിച്ചതല്ല, പിടിപ്പിച്ചതാണ്. തീ പടർന്ന് പിടിക്കാനുള്ള എന്തോ ഒന്ന് അതിൽ ലയിപ്പിച്ചിട്ടുണ്ട്. സിദ്ധു, മമ്മി തിരുമേനി ഇരിക്കെ, ഞാനിപ്പോ വരാം. മമ്മി, ഈ ഭക്തിയിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മൾ അറിയാതെ പരിസരം അങ്ങ് മറന്നുപോകും. ഞാനങ്ങനെ, നീയും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇവളെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു ഉൾവിളിയായിരുന്നു. ആ ഉൾവിളിയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്തായാലും പൂജയുടെ തൊട്ടു പുറകില് ഷർത്തുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് കൂടുതലൊന്നും വരാതെ രക്ഷപ്പെട്ടു. ഡോക്ടർ പറഞ്ഞതേ ആന്റിബയോട്ടിക്കും പുരട്ടാനുള്ള മെഡിസിനും തരാന്നാ. പിന്നെ പെയിൻ ഉണ്ടെങ്കിൽ വേറെ ടാബ്ലറ്റ്സ് തരും. മോളെ, ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല ഏട്ടാ, കുഴപ്പമില്ല. എന്നാ ഞാൻ പോയി ആന്റിബയോട്ടിക്സ് ഒക്കെ മേടിച്ചിട്ട് ഒരു വരാം. മിനിറ്റ്. അതെ മമ്മി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? പൂജ ഇന്ന് എന്റെ കൂടെ കൽത്തോട്ടത്തിലോട്ട് വന്നോട്ടെ. ഞാൻ അവളെ കൊണ്ടുപോവാം. പോകുന്ന വഴിക്ക് ഞാൻ മെഡിസിൻസും വാങ്ങിച്ചോളാം. നിങ്ങൾ പണി പറ്റിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വലിയ കുഴപ്പാ. അതൊന്നും ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇനി അഥവാ വന്നാൽ തന്നെ കർമ്മി കൊണ്ടുവന്ന നെയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയാം. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഈ പൂജാരിക്ക് അയാള് കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ ശുദ്ധമാണെന്ന് നല്ല ബോധ്യം കാണും. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് പോലീസിൽ അറിയിച്ച് ഫോറൻസിക് ലാബിൽ കൊടുത്താ നെയ്യിൽ ചേർത്തിരിക്കുന്ന എന്താണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പറയും. അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം അത് ജോത്സ്യരുടെ തലയിലിരുന്നോളും. അവസാന അന്വേഷണം ചെന്ന് ഭക്തിയിലും അന്ധവിശ്വാസത്തിലും അവസാനിക്കും. ദൈവകോപാന്ന് കവടി നിരത്തി ആ പൊട്ടൻ ജോത്സ്യൻ തന്നെ അങ്ങ് പറയും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ഇനി എന്തെന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ മുന്നിൽ. സിദ്ധു അപർണയായിട്ടുള്ള കല്യാണം നടക്കരുതെന്ന നമ്മുടെ ലക്ഷ്യം. അതിനിപ്പോ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. സൊണാലിയിലെ സിദ്ധാർത്ഥനാണ് കൽത്തോട്ടത്തിലെ ബാലുവിന്റെ ജീവൻ എടുത്തതെന്ന് പോലീസ് കണ്ടെത്തണം. അത് മാത്രം തീരുമാനിച്ചാ മതി. പോലീസിൽ കീഴടങ്ങി ബാലുവിന്റെ മിസ്സിംഗും കൊലപാതകവും എഴുതിയങ്ങ് കൊടുക്കണം. അതെ, അതാണ് അറ്റ കൈ. അതോടെ തീരും കല്യാണം. അത് അവസാന ലാപ്പ് തന്നെയാ. പക്ഷെ കീഴടങ്ങുന്നതിന് മുമ്പ് ബാലു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതിന് കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കണം. കാത്തിരിക്കുന്നത് എന്തിനാ? റിയ തന്നെയല്ലേ പറഞ്ഞത് അവൻ കൊല്ലപ്പെട്ടതാണെന്ന്. അതിന് നമ്മുടെ കയ്യിൽ തെളിവില്ല. ഞാൻ പോലീസിലിപ്പോ മൊഴി കൊടുത്താൽ പോലീസ് ബാലുവിനെ എങ്ങാനും തപ്പിയെടുത്തോണ്ട് വന്നാലോ? അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. നിങ്ങൾ കല്യാണത്തിന്റെ കാര്യങ്ങളുമായി സന്തോഷത്തോടെ മുന്നോട്ട് വെക്കും.